പോകാനിരിക്കുന്നത് എവിടേക്കാണെന്നറിയോ? എന്റെ ഉടമസ്ഥനായ റബ്ബിനെ കാണാനാണ് പോകുന്നത്. എന്റെ ഉടമസ്ഥനായ റബ്ബിനെ കാണാനാണ് പോകുന്നത്. എന്റെ റബ്ബിനെ ഒരു നോക്ക് കണ്ടുമുട്ടാനാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം നിയ്യത്ത് ചെയ്യാ, എന്റെ ഉടമസ്ഥനെ കണ്ടുമുട്ടുന്നൊരു ദിനം വരാനുണ്ട്. അന്ന് രണ്ടായിട്ട് ആൾക്കാർ അവിടെ ഉണ്ടാവും. രണ്ടായിട്ട് ആൾക്കാർ റബ്ബിനെ കണ്ടുമുട്ടുക എന്ന ലക്ഷ്യത്തിൽ ജീവിച്ച് മുസ്ലിമായി മരിച്ചവർ, അങ്ങനെ ജീവിക്കാതെ മുസ്ലിം ആവാതെ മരിച്ചവർ, രണ്ട് പാർട്ടി അവിടെ ഉണ്ടാവും. ഈ രണ്ട് പാർട്ടിയും അവിടെ മഹ്ശറിൽ വരുമ്പോ രണ്ട് പാർട്ടിക്കും രണ്ട് മുഖാണ്. എന്താ രണ്ട് മുഖം? അല്ലാഹുവിനെ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, വുജൂഹു യൗമൈദിൻ നാളിറാ ഇലാ റബ്ബിഹാ നാളിറാ. അന്ന് ആ മുഅ്മിനീങ്ങളുടെ പ്രകാശം ഇങ്ങനെ കത്തിജ്വലിച്ച് പ്രകാശിച്ചു കൊണ്ടിരിക്കും. മുഅ്മിനീങ്ങളെ മുഖം അല്ലെങ്കിലും കണ്ട ഒരു പ്രകാശമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, 5 വഖത്ത് ഒന്നുണ്ടാക്കി നിസ്കരിക്കണവന്റെ മുഖത്ത് നോക്കിയാലേ ഒരു പ്രത്യേക വെളിച്ചം ഇങ്ങനെ കാണും. അവന്റെ മുഖത്ത് നോക്കിയാൽ ഒരു പ്രത്യേക പ്രഭ അങ്ങനെ ചൊരി. നല്ല ആലിമീങ്ങളും ഉസ്താദുമാരെ മുഖത്തൊക്കെ നോക്കാം നിങ്ങൾ, എന്തൊരു ആനന്ദം ഉണ്ടാവും ആ മുഖം കാണാൻ. അതാണ് മുഖം. സീമാവും അവരെ മുഖത്ത് ഇങ്ങനെ കണ്ടുമുട്ടാൽ വലിയ നല്ലൊരു ഷിയാറ്, നല്ലൊരു അടയാളം. അത് മുഅ്മിനീങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ പ്രിയമുള്ളവരെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഉൾക്കൊള്ളണം. എന്നാ അതേ സ്ഥാനമോ വേറൊരു മുഖത്തിന്റെ ആളുകളുണ്ട് അവിടെ. അതേതാ മുഖം? സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഒത്തിരി സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചില്ലേ, സുമ്മ റദദ്നാഹു, പിന്നെ ആ മനുഷ്യനെ നമ്മൾ മടക്കി അയക്കും, അസ്ഫല സാഫിലീൻ, കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന നീചനും നിന്യനുമായിട്ട്. മൂത്തക്ക് കാണലെന്നെ ഒരു വെറുപ്പ്, അവന്റെ മുഖം കാണലെന്നെ ഒരു വിഷമം. ആ കോലത്തിൽ വിരൂപനായിട്ട് മോശപ്പെട്ടവനായിട്ട് ആ പരലോകത്ത് അവനെ നമ്മൾ മടക്കി അയക്കുമെന്ന് ഒത്തിരി സൂറത്തിൽ കൂടി അല്ലാഹു പാഠം പഠിപ്പിച്ചില്ലേ? നമുക്കൊക്കെ സൂറത്ത് അറിയാലോ. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. തരം താഴ്ന്നവരിൽ ഏറ്റവും വലിയ തരം താഴ്ന്നവനായിട്ട് ആ മനുഷ്യനെ നമ്മൾ മടക്കി അയക്കും. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമല്ലേ? അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ടും പരിചയപ്പെടുത്തി. ഇനി ഇവിടുന്ന് ബുദ്ധിയൊക്കെ തന്ന മനുഷ്യൻ തിരഞ്ഞെടുക്കുക. ഇവിടെ തങ്ങൾ പാപ്പാക്ക് നല്ല വാദും നസീഹത്തും ഉറുദിയൊക്കെ പറഞ്ഞു തരാനേ വെക്കുള്ളൂ. ചൂരിലെടുത്ത് കാണുന്ന നന്നാവിയുടെ ആറിനെ അടിച്ചാലൊന്നും പറ്റൂല. അങ്ങനെ പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് നമ്മളെ നാട്ടിലുണ്ടായിരുന്നു തേനൂലിയൊരു പാപ്പ എന്ന് പറഞ്ഞ വലിയൊരു മഹാൻ. ബഹുമാനപ്പെട്ടവരെ, ദീനിനെ എതിര് കണ്ട അപ്പൊ ആര് കണ്ടാലും മൂപ്പരെന്ത് ചെയ്യും? ഉപദേശിക്കും, വെള്ളം എറിഞ്ഞു കൊടുക്കും. നല്ല വട്ടത്തിൽ പറഞ്ഞു കേട്ടില്ലെങ്കിൽ വടിയുണ്ട് ചൂരൽ കയ്യിലുണ്ടാവും. അങ്ങനെ മൂപ്പര് കോട്ടക്കൽ അങ്ങാടിയിൽ നിന്ന് തുണി ഇങ്ങനെ അവറത്തും കാട്ടി മടക്കി കുത്തിയ ഒരാളെ കണ്ടപ്പോ താത്തി കൊടുക്കാൻ പറഞ്ഞു. തേനൂലിയൊരു പാപ്പ മൂപ്പര് താത്തി പിടിച്ചില്ല എന്ന് മാത്രമല്ല, നേരെ ഭയങ്കര പണക്കാരനായിരുന്നു, ഭയങ്കര മുതലാളിയായിരുന്നു. താത്തി പിടിച്ചില്ല എന്ന് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കണ്ടു പറഞ്ഞു, ഒരു മതഭ്രാന്തൻ എന്നെ അവഹേളിക്കുകയാണ് എന്ന് പറഞ്ഞു. മൂലേരി പാപ്പ എന്താ ചെയ്തത്? എവിടെ അവറത്ത് കാണിച്ചാല് നാളെ പരലോകത്തിലെ റബ്ബിന്റെ ശിക്ഷ കിട്ടും. താത്തി കൊടുക്ക്. താത്തി പിടിച്ചില്ല എന്ന് മാത്രമല്ല, മൂലേരി പാപ്പ ഒന്ന് ഓങ്ങി വടിയേറ്റി. അതുപോലെ നേരെ പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ട് പറഞ്ഞു, പോലീസുകാർക്ക് പിന്നെ പരാതി കിട്ടിയാൽ കേസ് എടുക്കണമല്ലോ. അങ്ങനെ മൂലേരി പാപ്പാന്റെ അടുത്ത് ആള് വന്ന് മൂലേരി പാപ്പ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. അന്ന് നമ്മളെ നാട്ടിലൊക്കെ ഇവിടുത്തെ സ്ഥിതി എനിക്ക് അറിയില്ല. നമ്മളെ നാട്ടിലൊക്കെ പോലീസുകാര് ട്രൗസർ ഇടുന്ന കാലാണ്. ട്രൗസർ തന്നെ ഇപ്പൊക്കെ പാൻ്റാണ്. ട്രൗസർ പറഞ്ഞ ഇവിടെ അറിയില്ല. ഈ കാലിന്റെ മുട്ടിന്റെ മേതുള്ള ഇതെന്താ പറയാ, അങ്ങനത്തെ അത് ഇടുന്ന കാലാണ്. ട്രൗസർ ഇടുന്ന കാലം. മൂലേരി പാപ്പ അങ്ങനെ കയറി ചെന്നപ്പോൾ ഒരു പോലീസുകാരങ്ങനെ ട്രൗസർ എടുത്ത് നിൽക്കുന്നുണ്ട്. മൂലേരി പാപ്പ ആഖിറത്തിൽ ജീവിക്കണ മഹാനല്ലേ? ആള് ദുനിയാവിലാണെങ്കിലോ കൽബ് ആഖിറത്തിലല്ലേ? പോലീസുകാരനോട് ചോദിച്ചു, ഇത് താത്തി എടുത്താൽ നിങ്ങളെ ശമ്പളം കുറയോ? ഇയാൾ ആകെ പേടിച്ച്
ഇയാളാകെ നെട്ടിപ്പോയി. ഈ ശബ്ദം കേട്ട് കണ്ടാണ് എന്ത് ചെയ്തത്? SI ഒലര് പാപ്പാനെ കണ്ട് കശാരി നിന്നിട്ടു. എന്നെ പറ്റി SIന്റെ അടുത്ത് കിടന്നിട്ട് പറഞ്ഞു, ഇവിടെ എടുക്കണ പണിയൊക്കെ നിങ്ങൾ എടുത്താൽ മതി, എനിക്ക് പണി പുറത്താ, ഒരുപാട് പണിയുണ്ട് പുറത്ത്, എനിക്ക് ഇവിടെ ഒന്ന് തീർക്കാൻ നേരമില്ല, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ചോദിച്ചു. പറഞ്ഞ് പാപ്പ ഞാൻ ഇവിടെ പരാതി വന്ന വിളിക്കൽ എൻ്റെ കടമയാണ്, ഞാൻ അവരോട് വിളിച്ചതാണ്. എന്താ പരാതി? ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, എന്നെ സൃഷ്ടിക്കണമെങ്കിൽ സൃഷ്ടിച്ചോളൂ, നിങ്ങളെ നിയമല്ലേ, ഈ തേനൂന് അതിന് എതിരില്ല, സൃഷ്ടിച്ചോളൂ. അപ്പൊ പാപ്പ പോയിക്കോളി, പാപ്പ ഇവിടെ വന്നല്ലേ, പാപ്പ പോയിക്കോളി. ആരാ പരാതി എന്നത് പോയി ഏർപ്പിടിച്ചു പോട്ടെ എന്ന് നാവുകൊണ്ടാണ് പറഞ്ഞു. ആഖിറത്തിലാണ് ഓല ജീവിതം. കൽബ് 100% ഇലാഹായ റബ്ബിന്റെ ഖുദ്സിയായ ആഖിറത്തില് നാളെ പരലോകത്ത് കണ്ടുമുട്ടുന്ന വിഷയത്തിലാണ് കൽബ് ശുഗലായി കിടക്കുന്നത്. അങ്ങനത്തെ പാപ്പാന്റെ നാവ് കൊണ്ട് ഏർപ്പിടിച്ച് മരിക്കുന്നു പറഞ്ഞ് പാപ്പ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഈ മനുഷ്യൻ സ്വത്തൊക്കെ വിറ്റ് തൊലഞ്ഞ് നശിച്ച് ആകെ തൂഫാനായി, പെരയും കൂടിയൊക്കെ പോയി. മക്കളും കുട്ടികളൊക്കെ ഇയാളെ പുറത്താക്കി. കോട്ടക്കൽ തെരുവില് ചിരട്ട, തേങ്ങയുടെ ചിരട്ട കാണിച്ച് 1 പൈസ 2 പൈസ 3 പൈസക്ക് കൈ കാണിച്ച് നടന്ന് എരപ്പ് പിടിച്ച് അഴുക്ക് ചാലിൽ കിടന്ന് മരണപ്പെടുന്നൊരു ഗതി വന്നെങ്കിലേ ആ നാവിന്റെ പവർ എത്രേ. അതുകൊണ്ട് എല്ലാ നാവൊക്കെ ഒന്ന് പേടിച്ചോണ്ട്, ചില നാവൊക്കെ പേടിക്കേണ്ടി വരും, ചില നാവൊക്കെ ഒന്ന് ഭയപ്പെടേണ്ടി വരും. 24 മണിക്കൂർ ദിക്ർ ചെല്ലുന്ന നാവ്, സ്വലാത്ത് ചെല്ലുന്ന നാവ്, നല്ലത് മാത്രം പറയുന്ന നാവ്, നല്ലത് മാത്രം പ്രവർത്തിക്കുന്ന നാവ് കൊണ്ട് വല്ലതും വീണാൽ കറക്റ്റാ ബോംബിലേറെയായിരിക്കും അത്. അല്ലാഹു നമ്മളെ വൃത്തക്കേട് സംഭവിക്കലിനെ കാക്കട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഉടമയുടെ അടിമകളാകുന്ന നാം അടിമയ്ക്ക് വേണ്ടി തുണിയെടുത്തു, ഉടമയ്ക്ക് വേണ്ടി തുണിയെടുത്തു, ഉടമയ്ക്ക് വേണ്ടി ഷർട്ടിട്ടു, ഉടമയ്ക്ക് വേണ്ടി തലമറച്ചു, ഉടമയ്ക്ക് വേണ്ടി താടി വെച്ചു, ഉടമയ്ക്ക് വേണ്ടി മീശ വെട്ടി, ഉടമയ്ക്ക് വേണ്ടി ഞാൻ നഖം മുറിച്ചു, ഉടമയ്ക്ക് വേണ്ടി ഞാൻ അങ്ങുമിങ്ങും നോക്കിയില്ല, ഞാൻ മുന്നിലേക്ക് മാത്രം നോക്കി. കാണാൻ പാടില്ലാത്തത് കണ്ടില്ല ഉടമസ്ഥന് വേണ്ടി, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടില്ല എൻ്റെ റബ്ബിന് വേണ്ടി. എന്തുകൊണ്ട്? സക്കറാത്തുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിലേക്ക് വിളിക്കപ്പെടും. മരിക്കുന്ന ജഡത്തിന്മേൽ അലക്കിയ തുണിമുണ്ട് മറച്ചും കൊണ്ടിരിക്കുന്ന മനുഷ്യ ജീവി, നിന്നെ മരിപ്പിക്കാൻ നിയമിച്ച മലക്കുൽ മൗത്ത് വന്നാൽ മരിച്ചെങ്കിൽ മലർന്നല്ലോ പുടയും മാറ്റി. എൻ്റെ ദേഹത്തിലുള്ള വിലപിടിപ്പുള്ളതൊക്കെ മക്കൾ ഊരിയെടുക്കും. ഒരു നല്ല തുണിയൊന്നും എനിക്ക് തരൂല, മരിച്ചാല് തരാൻ വേണ്ടിയിട്ട് പറയല്ല. അത്ര അവിടെ ഓർഡറുള്ള ഇസ്ലാമിന്റെ ഓർഡർ. അച്ചെടുക്കും, മോതിരെടുക്കും, എല്ലാം ഊരിയെടുക്കും. അതൊന്നും ഞാൻ കവറിൽ വെക്കാനുള്ളതല്ല, എല്ലാം ഊരിയെടുത്ത് ആ തുണി ഷോപ്പിലെ ടെക്സ്റ്റൈൽസിലെ ഏറ്റവും വില കുറഞ്ഞ തുണി കൊണ്ടാണ് എന്നെ പൊതിയ. നമുക്കൊക്കെ വരാനുള്ളതാ 3 കഷ്ണം തുണി. അങ്ങനെ ഒരു യാത്ര എനിക്കും നിങ്ങൾക്കൊക്കെ പോകാണ്ട്. ഓർമ്മ വേണം, ആ റബ്ബിന്റെ ലിഖായിലേക്ക് ഞാൻ അങ്ങോട്ട് കണ്ടെത്തുമ്പോ എനിക്ക് സന്തോഷിക്കാൻ വക വേണം. ഈ റബ്ബിന്റെ ലിഖായ് കൊതിക്കുന്ന ആളുകൾ അങ്ങോട്ട് നോക്കിയാലും ഹറാമ്, ഇങ്ങോട്ട് നോക്കിയാലും എന്നിപ്പോ ഹറാമേ ഉള്ളൂ. എന്താ കാരണം? ഈ ഹറാമ് മുഴുവൻ ഉണ്ടാക്കി തീർക്കുന്ന ഗതികേടാണ് നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ. ഇന്ന് മനുഷ്യനെ ഏറ്റവും വലിയ തമ്മാടിയും ഏറ്റവും വലിയ ദുഷ്ടനുമാക്കി മാറ്റിയത് ഈ കയ്യിലിരിക്കുന്ന ഈ ഇന്റർനെറ്റ് മൊബൈലാണ്. അല്ലെങ്കിൽ നിങ്ങളല്ലാന്ന് പറയും, അത് മനസ്സിലാക്കാല്ല നമുക്ക്. ഇന്റർനെറ്റ് മൊബൈൽ, ഇവിടെയാണ് മുത്തഅല്ലിമീങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇൽമ കൊണ്ട് ശുഗലായ ആളുകളാണ്. മുത്തഅല്ലിമീങ്ങളോട് മാത്രമല്ല, എല്ലാവരും മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകിച്ചും അറിയണം, ഇൽമ എന്നത് അല്ലാഹുവിന്റെ വിശേഷണമാണ്. ഇൽമില്ലാതെ ഖുദ്റത്തുണ്ടായിട്ട് കാര്യമില്ല, ഇൽമില്ലാതെ ഇറാദത്തുണ്ടായിട്ട് കാര്യമില്ല, ഇൽമില്ലാതെ ഹയാത്തുണ്ടായിട്ടും കാര്യമില്ല.
ഇൽമില്ലാത്ത ഹയാത്താണ് ഹയവാൻ, ആൾക്കാർ ജന്തുജീവികൾ. ഇൽമില്ലാത്ത ഹയാത്തിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇവിടെ. ഇൽമുള്ള ഹയാത്ത് വേണം. ആ ഇൽമുള്ള ഹയാത്ത് വരുമ്പോ നമ്മൾ ഹയവാനല്ല ആകുക, നമ്മൾ ഹയ്യാണാകുക. ഹയാത്തി എന്ന ധാതുവിൽ നിന്ന് പിടിക്കപ്പെട്ട രണ്ട് വിശേഷണമുണ്ട്. ഒന്ന് ഹയവാനും മറ്റൊന്ന് ഹയ്യും. രണ്ടിന്റെയും ധാതു ഏതന്നെയാണ്, ഹയാത്താണ്. പക്ഷേ ഹയവാന്റെ ഹയാത്ത് ഇൽമില്ലാത്ത ഹയാത്താണ്. തീരെ ഒരു ഇൽമില്ലല്ലോ ഈ ഹയവാന്. അങ്ങനെ മനുഷ്യന്മാരെ കൂടുതലുണ്ടാവും ഹയവാൻ. ഒരു വിവരമില്ലാതെ ഇങ്ങനെ കാട് കയറി നാട് തെണ്ടി രാപ്പകലുകൾ തെണ്ടി നടന്ന് തന്റെ ജീവിതത്തിനെ മുഴുവനും ഹലാക്കാക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാവും. തനിയായവാൻ ഇൽമില്ലാത്ത ഹയാത്ത്. വേറൊരു ഹയാത്തിന്റെ ഇൽമുള്ള ഹയാത്ത്, അള്ളാന്റെ ഹയാത്ത് ഇൽമുള്ള ഹയാത്ത്. ഹയാത്തിന് ഇൽമ കൊണ്ട് മുത്തസീഫാകുമ്പോ അത് ഹയവാനല്ല, അത് ഹയ്യാണ്. ഹയ്യും ഹയവാനും ഒരുപാട് ഫർക്കുണ്ട്, വ്യത്യാസമുണ്ട്. അത് സാങ്കേതിക ഉസ്താദുമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി, പറഞ്ഞുതരും. അള്ളാഹിനെ പറ്റി ഹയവാൻ എന്ന് പറയാൻ പാടില്ലല്ലോ, അത് അള്ളാഹിന്റെ ദാത്തിന് യോജിക്കാത്ത പദമാണ്. മനുഷ്യനും ഹയ്യായി മാറണം. അങ്ങനെ ഹയ്യായി മാറിയില്ലേ? അള്ളാഹുവിന്റെ ഗുണമൊത്ത മടവൂര് CM വലിയുള്ള എനിക്ക് പണ്ട് ഓതുന്ന കാലത്ത് ഒരു മാറാത്ത നെഞ്ഞുവേദന വന്നു. ഞാൻ CM മൂപ്പരെ കാണാൻ വേണ്ടി ചെന്നു. ഉള്ളിലേക്ക് കടന്നു അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ, അപ്പൊ ഞാനിങ്ങനെ മൂപ്പരിങ്ങനെ വലത് കിടക്കുകയാണ്. ഞാനിങ്ങനെ കുമ്പിട്ട് കുനിഞ്ഞു നിന്നിട്ട് പറഞ്ഞു. അപ്പൊ എൻ്റെ പുറത്തു കൂടി ഇങ്ങനെ കൈയിട്ട് പിടിച്ച് എൻ്റെ കയ്യുമ്പോൾ ഒരു വെള്ളിമോതിരൊക്കെ ഉണ്ട്, എനിക്കൊന്ന് ഊതി മൂപ്പരെ കൈമലൊക്കെ ഒന്നിട്ട് എൻ്റെ കയ്യുമ്പൊക്കെ ഇങ്ങോട്ട് തന്നെ ഇട്ട് എന്നിട്ട് പറഞ്ഞു, എന്ത് മുത്തഅല്ലിമീങ്ങൾക്ക് നെഞ്ഞുവേദന വേണ്ട. ആ ഒരു വാക്ക പിന്നെ എനിക്ക് ഇന്ന് വരെ ആ നെഞ്ഞുവേദന ഉണ്ടായിട്ടില്ല. നോക്കണേ ആ വാക്ക്. ഒരു കാര്യം നാവ് കൊണ്ട് പറഞ്ഞാൽ അല്ലാഹുവിനോട് പറയേണ്ട താമസം അത് ഉടനെ സംഭവിച്ചു പോയി. അങ്ങനെ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്ന മനുഷ്യ, ഈ ഇരിക്കണ നമ്മൾ മൃഗങ്ങളല്ല, തനി ഹയവാനല്ല, ഇലാഹായ റബ്ബിന്റെ അബ്ദായി മാറി ഉബൂദിയത്തിന്റെ അത്യുന്നത മഖാമിലെത്തിയ ഹബീബ് മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ യഥാർത്ഥ ഉമ്മത്തിയായി മാറി. അതിനാവശ്യമായ ഇൽമു കൊണ്ട് നമ്മൾ മുത്തസിഫായി. ആ മുത്തസിഫായ ഇൽമു കൊണ്ട് മുത്തസിഫാകുമ്പോ, ഇൽമു കൊണ്ട് മുത്തസിഫാകുമ്പോ അല്ലാഹ് ഇൽമു കൊണ്ട് മുത്തസിഫായവനാണ്. അങ്ങനത്തെ അല്ലാഹു ആരാവണം? നഖായിസിനെ തൊട്ട് മുനസ്സഹാകണം. അത് വലിയ വിഷയല്ലേ? ഇൽമു കൊണ്ട് മുത്തസിഫായ അല്ലാഹു, അല്ലാഹുവിന്റെ ജലാല് ജമാലി കമാലി ഉൾക്കൊള്ളണമെങ്കിൽ അവനിക്ക് നഖായിസുകൾ വരാൻ പാടില്ല. ഇത് മുത്തഅല്ലിമീങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. തഅല്ലിമീങ്ങളല്ല നമ്മളെ മദ്രസ പാഠപുസ്തകങ്ങളിലൊക്കെ ഉണ്ടത്. എല്ലാ ന്യൂനതകളെ തൊട്ടും പരിശുദ്ധാത്മാക്കളാകണം. അപ്പൊ ന്യൂനതകളെ തൊട്ട് പരിശുദ്ധി നേടി ഇൽമു കൊണ്ട് മുത്തസിഫാകുമ്പോ നമ്മളൊരു ഒന്നാന്തര അബ്ദായി മാറും, ഹയ്യായി മാറും, ഹയ്യായി മാറും. അപ്പൊ നമ്മളെ നാവിനുണ്ടാവും അസർ, തഅ്സീർ, ദ്വാരനാൽ ഇജാബത്ത് ഉണ്ടാവും. വയർ തങ്ങൾ പാപ്പ, നമ്മളെ കല്ലേരി തങ്ങൾ പാപ്പ, ഇവരൊക്കെ മജ്ലിസിൽ വെച്ച് ദ്വാരന്നിട്ട് എത്ര എത്ര രോഗങ്ങൾ മാറുന്നു, എത്ര എത്ര ആളുകളുടെ വിഷമങ്ങൾ തീരുന്നു. നഖായിസിനെ തൊട്ട് മുഖദ്ദസാകണം നമ്മളെ ഹൃദയം. അങ്ങനെയല്ല, അതാണ് ഇൽമു നൂറുൻ യൽഹറു ഫിൽ ഖൽബി ബിതസ്കിയതിഹി വതദ്ഹീരിഹി അനിൽ ഔസാഫിൽ മദ്മുമ. അനിൽ ഇമാം ഗസാലി തങ്ങൾ ഇൽമിനെ കുറിച്ച് പറഞ്ഞത്, ഇൽമിനെ കുറിച്ച് പറഞ്ഞ അതാണ്. മദ്മൂമത്തായ ഔസാഫിൽ നിന്ന്, മോശപ്പെട്ട വിശേഷണങ്ങളിൽ നിന്ന് ഹൃദയത്തിന് തസ്കിയത്താക്കൽ കൊണ്ട്, ശുദ്ധിയാക്കൽ കൊണ്ട് ഹൃദയത്തിൽ ലാഹിറാകുന്ന ഒരു നൂറ് ആണ് ഇൽമ്. ആ ഇൽമ നമുക്ക് കിട്ടി. എന്താ മൗസൂഫത്ത്? ഈ മദ്മൂമത്തായ ഔസാഫ് ഏതാ? മോശപ്പെട്ട വിശേഷണം ഏതാ? അമ്മൽ ഔസാഫുൽ മദ്മൂമത്തു. അപ്പോൾ മോശപ്പെട്ട വിശേഷണങ്ങളാകുന്നത് ഫഖൗഫുൽ ഫഖീരി, ഫഖീർ തരത്തെ ഭയപ്പെടലാണ്. മുലമാർക്കൊക്കെ ഉണ്ട് അങ്ങനെ ഒരു അസുഖം, അതുകൊണ്ട് ഇപ്പൊ ജീവിക്കാൻ കഴിയൂല എന്നൊരു തോന്നല്. ഗസാലി ഇമാം ഒന്നാമത്തെ മദ്മൂമത്തായ വിശേഷണം തന്നെ പറഞ്ഞത് എന്താ? വളരെ മോശപ്പെട്ട സ്വഭാവം. ഒന്നാമതായി പറഞ്ഞത് എന്താ? ഫഖൗഫുൽ ഫഖീരി, ഫഖീർ തരത്തിനെ ഭയപ്പെടുക. മുസ്ലിങ്ങളാണെന്ന് മുസ്ലിങ്ങളെ കുട്ടികളെ ഓതാൻ പറഞ്ഞയക്കൂല, കിതാബ് ഓതാൻ അയക്കൂല. എന്താ കാരണം? അതുകൊണ്ടൊന്നും ജീവിക്കാൻ കഴിയൂല. ഇതാണ് ഫക്കീർ തരത്തിനെ ഭയപ്പെടുക.
ഇന്ന് മൂല്യന്മാര് ജീവിക്കണ അന്തസ് മറ്റുള്ളവർക്ക് ഇല്ല. നല്ല മൂല്യരാവണം. പരിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന മൂല്യരായാൽ ആ മൂല്യരുടെ അന്തസ്സുള്ള ജീവിതം ലോകത്ത് ഒരാൾക്കില്ല. ഇവിടെ നരേന്ദ്രമോദി വന്നു, അയാൾക്കും പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ഒരുപാട് പോലീസും സെറ്റ്. പേടിയാണ്. ഇവിടെ ആലിമീങ്ങൾക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ലല്ലോ. അങ്ങനെ പുറത്തിറങ്ങി പോകും. എത്ര വലിയ ആലിമീങ്ങൾ ഉസ്താദുമാര് ഇപ്പൊ വന്നേരായ സുൽത്താനുൽ ഉസ്താദിനെ പോലുള്ള ആളുകളൊക്കെ സെക്യൂരിറ്റി ഉണ്ടായിട്ടാ പോയത്. 84 വയസ്സാകുമ്പോ ഒരു ഖിദ്മത്ത് പിന്നെ എന്റെ കുട്ടികൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, ദൂരമൊക്കെ പോരുമ്പോ കുട്ടികൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അവരെന്തേലും ഞങ്ങളും പോരാന്ന് പറയും. അങ്ങനെയാണല്ലോ അവരൊക്കെ പോരുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ലോകത്തെ എടുത്തു നോക്കി ആർക്കാ ഇവിടെ സെക്യൂരിറ്റി വേണ്ടാത്തത്? യഥാർത്ഥ ഔലിയാക്കൾക്ക് ആരിഫീങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓല അള്ളാന്റെ ഖദർ അല്ലാഹുവിൽ ഉറപ്പിച്ച ആളുകളാണ്. അള്ളാന്റെ ഖദർ അല്ലാഹു കൊണ്ട് വിശ്വസിച്ചവരാണ്. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഫക്കീർ തരത്തിനെ ഭയപ്പെടുക ഇത് മൗലവിമാർക്ക് തീരെ പറ്റൂല. ഒരു ഇൽമോണ്ട് മുത്തസിഫായ ആളുകളാണ്. ഷെയ്ഖുന ബഹറുൽ ഉലൂം ഷെയ്ഖുന വക്കി ഉസ്താദ്, എൻ്റെ വന്യരായ ഉസ്താദ് 19 വർഷമായി ലോകത്തോട് വിട പറഞ്ഞിട്ട്. ബഹുമാനപ്പെട്ടവരെ, ഇൽമു കൊണ്ട് മാത്രം കുട്ടിക്കാലം മുതൽക്ക് മാത്രം ഒത്തു തുടങ്ങിയ ആ ജീവിതം വഫാത്ത് വരെ 85 വയസ്സ് വരെ ഇൽമിന് മാത്രം മുങ്ങിക്കുളിച്ച മഹാനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന പണ്ഡിതന്മാർ മുഴുവനും ഷെയ്ഖുനാന്റെ ഇൽമേറ്റ് ബന്ധപ്പെട്ട ഒന്നുകിൽ നേരെ ശിഷ്യൻ, അല്ലെങ്കിൽ ശിഷ്യന്മാരിങ്ങനെ അത്ര വലിയ മുതബഹിറാണ് മഹാനവറുകള്. ബഹുമാനപ്പെട്ടവർ പറയും, ഇൽമിൽ ബർക്കത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ കുട്ടിയെ ബർക്കത്ത് എന്ന് ചോദിക്കും. ആകെ എല്ലാവിധ ബർക്കത്തും ഇൽമിലാണ്. ഇൽമിൽ നമ്മൾ ബർക്കത്തുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അതനുസരിച്ച് നമ്മൾ ഖിദ്മ ചെയ്യണം, പ്രവർത്തിക്കണം. അതുകൊണ്ട് ഇവിടെ ഉപരിപഠനത്തിന് പോയവരും നീ പോകുന്നവരുമായ തങ്ങൾ പാപ്പ നമ്മളെ ദർസിൽ എല്ലാവിധ അദബ് ചിട്ട മര്യാദകളോടുകൂടി ഒരു മുത്തഅല്ലിമിന്റെ ചിട്ടയും മട്ടവും അനുസരിച്ച് ജീവിച്ച് പഠിച്ച എല്ലാ വിശേഷണവും അത്ത സയ്യിദാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. അതിന്റെ ഗുണമാണല്ലോ ഇന്ന് കല്ലേരിക്കാർക്ക് അതിന്റെ പൗറ് കിട്ടിയത് ഇല്ലേ? കല്ലേരിക്കാർക്ക് അതിന്റെ പൗറ് കിട്ടിയില്ലേ? കിട്ടി. അള്ളാഹു ദീർഘകാലം ഒന്ന് നിലനിർത്തട്ടെ. അവർക്ക് വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലെ, നമുക്ക് തന്നെ നമ്മളെ കുട്ടികള് പഠിച്ച കുട്ടികൾ വേറൊരു സ്ഥലത്ത് ചെന്ന് അവർക്ക് ആ ഖദറും സ്ഥാനം ബഹുമാനമൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മക്കല്ലേ. സ്വന്തം ബാപ്പാർക്ക് സന്തോഷമില്ലാത്തൊരു സംഗതി ഉണ്ടാവുമോ? ഇപ്പൊ എന്റെ കുട്ടികൾ എന്തെങ്കിലും എന്റെ സ്വന്തം മക്കളും ഒപ്പം പഠിച്ച ഒരു മക്കൾ തന്നെയല്ലേ. ഒരു മനുഷ്യന് 4 ഉപ്പുണ്ടല്ലോ, അതുണ്ട്. അത് പഠിച്ചിട്ടില്ല. ഒരു മനുഷ്യന് 4 പിതാവാണ്. റൂഹിന്റെ പിതാവ് അബുൽ അർവാഹി റസൂലുള്ളാഹി. നമ്മളൊക്കെ റൂഹിന്റെ പിതാവ് റസൂലുള്ളാഹിയാണ്. അബുൽ അജ്സാദ് ശരീരത്തിന്റെ പിതാവ് ആദം നബി അലൈഹിസ്സലാമാണ്. എന്റെ ഉമ്മാന്റെ ഗർഭത്തിൽ ഞാൻ വരാൻ കാരണമായ എന്റെ ഉപ്പ, അതിന് അബുസുൽബ് എന്ന് പറയും. അതൊരു ഉപ്പയാണ്. എന്റെ ഉപ്പ ഇന്ന് ഖബറിലാണ്. അത് ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. പിന്നെ ഒരു ഉപ്പയുണ്ട് അബുൽ ഇൽമ്. ഇൽമിനൊരു ഉപ്പ വേണം. ഉപ്പല്ലാത്ത ഇൽമിന് എന്തുണ്ടാവൂല? തറവാടിത്തുണ്ടാവൂല. ഉസ്താദുമാരെ ഭാഷയിൽ പറഞ്ഞ സനത് ഉണ്ടാവൂല. സനദില്ലാത്തത് ദീനാവൂല. ഇങ്ങനൊക്കെയാണല്ലോ. അതുകൊണ്ടാണ് ഈ പള്ളി ദർസ് എന്ന് പറഞ്ഞത് ഹബീബ് റസൂലുള്ളാന്റെ കാലത്ത് തുടങ്ങി. അള്ളാന്റെ അടിമയാകുന്ന മുത്തുനബി അടിമത്തം നിലനിൽക്കാൻ വേണ്ടി മക്ക രാജ്യത്ത് പ്രവർത്തിച്ചപ്പോ മക്കത്തെ ശത്രുക്കളെ ഇതിന് അവസരം കൊടുത്തില്ല. സത്യത്തിൽ റസൂലുള്ള അവരോടൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ നന്നാവണം, നിങ്ങൾ കള്ളുടിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, കലയിക്കരുത്, കുഴപ്പമുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് അംഗീകരിക്കാൻ മക്കത്തെ അബൂജഹലും കൂട്ടരും തയ്യാറായില്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി. ചരിത്രം നമുക്ക് അറിയാലോ. മദീനത്ത് എന്നപ്പോ ഹബീബ് റസൂലുള്ളാഹി മദീനത്ത് പിടിച്ചില്ല. അപ്പൊ അൻസാറുകളാകുന്ന സഹാബത്ത് റസൂലുള്ളാഹിനെ മുഹാജിറുകളാകുന്ന സഹാബത്തിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തുക. മദീനന്റെ അതിർത്തിയിൽ വന്ന് ദഫ് മുട്ടി من ثنيات الوداع وجب الشكر
علينا مدى لله داعي ചൊല്ലിക്കോ യാ നബി സലാം عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ഇപ്പോഴും സലാം പറയണം റസൂലുള്ളാഹിക്ക് ഇങ്ങനെ യാ നബി സലാം ലേ വഅമ്മാ ഇൻകാന വഅമ്മാ മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ അങ്ങനെ ഇദാ വഖഅതി സൂറത്തിലെ ആയത്തില്ലേ വഅമ്മാ മിൻ അസ്ഹാബിൽ യമീൻ വലങ്കയിൽ കിതാബ് കിട്ടുന്ന കൂട്ടരാരാണെന്നറിയുമോ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ അവർ തങ്ങൾക്ക് എല്ലാ സമയത്തും സലാം പറയുന്നവരാണ് എങ്ങനെ നാളെ മഹ്ശറിൽ പലങ്കയിൽ കിതാബ് കിട്ടണ കൂട്ടര് ആ മോമിനിങ്ങൾ ആരാ അവരെ വിശേഷണം പറഞ്ഞ് എന്താ അറിയോ സലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ അവർ തങ്ങൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് എപ്പോഴും സലാം പറഞ്ഞുകൊണ്ടിരിക്കും നിസ്കാരം അതിന്റെ ഒരു ഭാഗം കൂടിയാണ് കേരിച്ച് അവസാനം എത്തൽ എവിടെയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ സലാം പറയലാണ് നിസ്കാരം അത് നിസ്കാരത്തിന്റെ മറ്റൊരു മർമ്മാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ റഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹു ആ നിസ്കാരം കൃത്യമായി നിസ്കരിക്കാനുള്ള ഭാഗ്യം തരട്ടെ എപ്പോഴും മുത്തുനബിക്ക് ഇങ്ങനെ സലാം പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ കുണ്ടൂർ ഉസ്താദ് ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് മുത്തുനബിനെ ഇങ്ങനെ വർണ്ണിക്കുന്ന 24 മണിക്കൂറും മുത്തുനബി എങ്ങനെ വർണ്ണിച്ച് പാടിക്കൊണ്ടിരിക്കുക കവിത എഴുതുക അറബിയിലും മലയാളത്തിലും ഒക്കെ ഇങ്ങനെ എഴുതന്നെ തൻ്റെ മുമ്പിൽ ആര് വന്നാലും അതിങ്ങനെ പാടിപ്പിക്കുക എന്നിട്ട് അതിന് ചായക്ക് പൈസ കൊടുക്കുക കീശയിലുള്ളതൊക്കെ പാട്ടാണ്ട് ഇഷ്ടപ്പെട്ടാൽ കീശയിലുള്ളത് ഒന്നായിട്ട് വാരിയിട്ടാണ് കൊടുക്കും ധർമ്മം കൊടുക്കും റസൂലുള്ളാഹിന്റെ ബിലാദിയാക്കിയിട്ട് കൊടുക്കും അങ്ങനെ മുഴുവനും മുത്തുനബിക്ക് വേണ്ടി ഹദിയയും ഫിദിയയുമാക്കിയ മഹാൻ ആഷിഖുർ റസൂൽ ശൈഖുന കുണ്ടൂർ ഉസ്താദ് 15 ആണ്ട് കഴിഞ്ഞു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കട്ടെ 24 മണി ഒരു കടലാസും പെന്നും കിട്ടിയായി തുടങ്ങി ഒരു പെന്നും കടലാസും കണ്ടാ കിട്ടിയാൽ മതി അപ്പം എഴുതി ഒരു ദിവസം ഞാൻ അർദ്ധരാത്രിയിൽ ഇങ്ങനെ ചെന്നതാണ് ജീവിച്ചിരിക്കണ കാലത്ത് ഞാനൊരു സ്ഥലത്ത് നിന്നൊരു വയല് കഴിഞ്ഞ് വരുമ്പോ ചിലപ്പോൾ അർദ്ധരാത്രി അങ്ങനെ ഇരിക്കാറുണ്ട് അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് അപ്പൊ ആ ഇരുത്തത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഒരു കടലാസ് സ്റ്റേഷൻ തന്നു കണ്ട് എന്നോട് പറഞ്ഞു ടോർച്ച് അടിച്ചിട്ട് ഇതൊന്നുമില്ല ഇതൊന്ന് പാടി ചൊല്ലിയൊക്കെ ഇറങ്ങി അപ്പൊ ഞാൻ അങ്ങനെ ചൊല്ലി കൊടുത്തപ്പോൾ തീർപ്പതിയായി അതിമുഖത്താലെ ആശിക്കും ഞാനെ കാട്ടിടണേ കണ്ണിൽ കാണിക്കണേ മലരിമ്പ റൗളയെ കാണിക്കണേ മലരിമ്പ റൗളയെ കാണിക്കണേ അവരെ എഴുതിയിട്ടുള്ളൂ അതിങ്ങനെ ഒരുപാട് വട്ടം പഠിപ്പിച്ചു എന്നിട്ട് കീസി കയ്യിട്ട് കണ്ട് കീസികളിലൊക്കെ ഭാര്യ കണ്ട് തന്നു നോക്കാ നിങ്ങള് അങ്ങനെ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാടുന്ന ചെല്ലല്ലേ അത് ഖുർആൻ പറഞ്ഞു നിങ്ങൾക്ക് വലങ്കയിൽ കിതാബ് കിട്ടണ പാർട്ടിപ്പെടണോ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ വലങ്കയിൽ കിതാബ് കിട്ടുന്ന ആൾക്കാർക്ക് മുത്തുനബിക്ക് എപ്പോഴും സലാം പറയുന്നവരാ 5 വക്ത് കൃത്യമായി നിസ്കരിക്കണോലാണ് സുന്നത്ത് നല്ലോ നിസ്കരിക്കണോലാണ് അതിലുണ്ടല്ല തയ്യാത്ത് അതിലുമില്ല അസ്സലാമു അലൈക അയ്യുഹൻ നബിയു അതിലുണ്ട് അല്ലാഹു മുത്തുനബിക്ക് സലാം പറയാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ നല്ല സലാം പറയണം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു വർദ്ധിപ്പിച്ച് ചൊല്ലണം സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് ചൊല്ലിയാക്കണേ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു സലാത്താണ് എല്ലാം ചൊല്ലണം റസൂലുള്ളാഹിന്റെ പേരിൽ അല്ലാഹു നമുക്ക് ചൊല്ലി 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 വലങ്കയിൽ കിതാബൊന്ന് വാങ്ങാൻ അല്ലാഹ് ആവത് നൽകട്ടെ തൗഫീഖിനെ അല്ലാഹ് പ്രദാനം ചെയ്യട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉടമസ്ഥനായ റബ്ബിൽ വിശ്വസിച്ച് അവന്റെ ഖുദ്റത്തി ഇറാദത്തിൽ വിശ്വസിച്ച് ഖുദ്റത്തും ഇറാദത്തും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഫലം കിട്ടണമെങ്കിൽ ഇൽമു വേണം ഇൽമു കൊണ്ട് മുത്തസിഫാകുമ്പോൾ ഇൽമുള്ളവർ നഖായിസിൽ നിന്ന് ന്യൂനതകളെ തൊട്ട് പരിശുദ്ധരാവണം
ഇന്ന് ആലിമീങ്ങൾക്കും മുത്തഅല്ലിമീങ്ങൾക്കും ഇന്ന് ലോകത്തിന് മുഴുവനും സംഭവിച്ച അപകടം, നഖായിസിൽ നിന്ന് പരിശുദ്ധി നേടാൻ നമ്മുടെ ഫുൾ ഓപ്ഷൻ മൊബൈൽ അനുവദിക്കുന്നില്ല. അന്തി ഉറങ്ങുമ്പോൾ റൂമിലെ ലൈറ്റ് അങ്ങോട്ട് കെട്ടാൽ, ലൈറ്റ് ഓഫ് ചെയ്താൽ മനുഷ്യന്റെ മുഖം പ്രകാശിക്കുന്നു, മൊബൈൽ ഓണാകുന്നു. ഇങ്ങനെ അന്തി ഉറങ്ങുന്ന ആണുങ്ങളെ, പെണ്ണുങ്ങളെ അങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു, കാണാൻ പാടില്ലാത്ത ലോകത്തേക്ക് ഇറങ്ങി വരുന്നു, അശ്ലീലങ്ങൾ കാണുന്നു, അശ്ലീലങ്ങൾ കേൾക്കുന്നു, അശ്ലീലങ്ങൾ കണ്ട് ആസ്വദിക്കുന്നു. ഇതിൽ എന്താ, റബ്ബിനെ കുറിച്ചൊരു ധാരണയില്ല. എന്റെ റബ്ബ് ഇത് കാണുന്നുണ്ട്, റബ്ബ് ഇത് എഴുതുന്നുണ്ട്, റബ്ബ് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, റബ്ബ് ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു വിശ്വാസമേ ഇന്ന് സമൂഹത്തിൽ നിന്ന് ഉയർന്നു പോയി. അള്ളാഹു നമ്മളെ പേടിയുള്ള കൽബ് തരട്ടെ. അതുകൊണ്ട് ആലോചിക്കണം. അതിന് അപ്പൊ മൊബൈൽ ഇനി തീരെ എടുക്കണ്ടേ? മൊബൈൽ നിങ്ങൾ എടുത്തോളൂ. ഇപ്പൊ നിങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലിൽ എത്ര ആവശ്യമാണ് ഹോസ്പിറ്റലിൽ വേണ്ടേ? ഹോസ്പിറ്റലിൽ ഇല്ല നമ്മളൊക്കെ കുടുങ്ങി പോവില്ലേ? ഹോസ്പിറ്റലിൽ വേണം. എന്നാ ആരെങ്കിലും രോഗമില്ലാത്തവര് ഹോസ്പിറ്റലിൽ പോയി കുത്തിറക്കാൻ തിരക്കലുണ്ടാ? ഞാൻ അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ആരെങ്കിലും പോകലുണ്ടാ? പോയാൽ തന്നെ വേഗം ഒന്ന് കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നു എന്നല്ല ചിന്തിക്കുക. അപ്പൊ ഈ മജ്‌ലിസിൽ തന്നെ എത്ര രോഗികൾ വന്നിട്ടുണ്ടാവും, തങ്ങൾ പാപ്പാനെ ആശ്രയിച്ച് വന്നിട്ടുണ്ടാവും. ഇനി വായാൽ തങ്ങൾ പാപ്പ നമുക്ക് ദുആ ചെയ്യാൻ വരും ചെയ്യാണ്. അല്ലാഹു എല്ലാ രോഗവും അല്ലാഹു ശിഫയാക്കട്ടെ. ആരും തയ്യലില്ല ഹോസ്പിറ്റലിൽ ചെന്ന് തീർക്കാനോ, അവിടെ എത്തിയാൽ തന്നെ അവിടെ വീണ്ടും കിടക്കാനൊന്നും ആരും പൂതിയക്കലില്ല. എന്താ കാരണം? അതൊരു നിർബന്ധ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട്. അതുപോലെയാണ് മൊബൈൽ. അതൊരു കൊതിക്കേണ്ട വസ്തുവല്ല, ആഗ്രഹിക്കേണ്ട വസ്തുവല്ല. എന്നാൽ നിർബന്ധമായ ചില കാര്യങ്ങൾക്ക് അത് അനിവാര്യമാണ്. നിർബന്ധം. ഇപ്പൊ ഷിറിയ ഉസ്താദ് വഫാത്തായി, അല്ലാഹു അവിടുത്തെ ദർജ കൊടുക്കട്ടെ. വഫാത്തായപ്പോ നമ്മളെ പെട്ടെന്ന് വഫാത്തായ സമയം തന്നെ എൻ്റെ നാട്ടിലൊക്കെ വാർത്ത പരന്നു. ആരെപ്പോ അറിയിച്ചു? അത് മൊബൈൽ കൊണ്ട് കിട്ടിയ ഒരു നേട്ടമാണ്. ജനലക്ഷങ്ങൾ ഷിറിയയിലേക്ക് ഉസ്താദിനെ ജനാസ നോക്ക് കാണാൻ പുറപ്പെടല. ഞാൻ ട്രെയിനിൽ തന്നെ ഒരുപാട് മൂല്യന്മാരുണ്ട്. എനിക്കവിടെ ഇറങ്ങാൻ പൂതിയില്ലായിട്ടൊന്നുമല്ല. ഞാൻ പിന്നെ കല്ലേരിയിൽ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ അത് എൻ്റെയും കൂടി പരിപാടിയാണ്. ഇത് വിജയിക്കൽ നമ്മളെ ആവശ്യം. അപ്പോ മാത്രമല്ല ഷിറിയ ഉസ്താദും തൃപ്തിപ്പെടൂല. എന്താണ്ടി ചെന്നാൽ ഇതിന് വരാതെ ലീവ് പറഞ്ഞിക്കാനായിട്ട് ചെന്നാൽ ഷിറിയ ചില ആളുകളെ സിയാറത്തിനൊക്കെ പോകുമ്പോ അവർ ചെന്നാൽ നമ്മൾ അംഗീകരിക്കുമെന്ന് ചിന്തിച്ചിട്ടും കൂടി പോകണം. അല്ലാതെ ചെന്നിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഇപ്പൊ അവരെടുത്ത് ചെന്നാൽ ഓല് എന്നെ തൃപ്തിപ്പെടുമെന്ന് ആലോചിച്ചിട്ട് പോകണം. നമ്മളാണ് മണ്ടിപ്പാഞ്ഞിയല്ലല്ല. ആ സാഹചര്യം ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് നമ്മൾ പോകാൻ പാടുള്ളൂ. അപ്പൊ ഇന്ന് ഇവിടെ കല്ലേരിയിൽ എത്തലാണ് വളരെ നിർബന്ധം. അൽഹംദുലില്ലാഹ് എത്തി, നിങ്ങളുമായി ഒന്ന് പരിചയപ്പെട്ടു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ സ്വർഗത്തിലേക്കുള്ള ബന്ധമാക്കട്ടെ. അല്ല പരിചയങ്ങൾ അല്ലാഹു സ്വർഗത്തിലേക്കുള്ള പരിചയങ്ങളാക്കട്ടെ. പറഞ്ഞാൽ വിഷയങ്ങൾ തീരൂല. അപ്പൊ അതുകൊണ്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ഭയപ്പെട്ട് പോകുന്ന യാത്രക്കാരാ, നീ അക്കരെ പറ്റാൻ വേണ്ടി പോകുമ്പോ കത്തിയരിയിൽ തിരമാല പോലെ മോഞ്ഞടിക്കുന്ന, കൊടുങ്കാറ്റടിക്കുന്ന തിരമാല കൊണ്ട് ആടിക്കളി ഉലയുന്ന വെള്ളത്തിൽ കൂടി സഞ്ചരിക്കുന്നവനെ പോലെയാണെന്ന് മനസ്സിലാക്കി രക്ഷപ്പെടാൻ ആവശ്യമായ കപ്പൽ കയറണം. അഹ്ലു ബൈത്ത്. അതുപോലെ തന്നെ അതിനാണ് മറ്റൊന്ന് ഉസ്താദുമാര്. ഉസ്താദ് വേണം. നമുക്കൊക്കെ ഉസ്താദുമാര് വേണം. ഇൽമിന് പിതാവ് വേണം. ഇൽമിന്റെ പിതാവായിട്ടുള്ള കണക്ഷൻ നമ്മൾ മുറിക്കാൻ പാടില്ല. അങ്ങനെയാണ് അതിന്റെ ബന്ധം. അങ്ങനെയാണ്. എനിക്ക് ഇന്ന് ശൈഖുന ബഹറുൽ ഉലൂം ജീവിച്ചിരിക്കുന്നതിലേറെ പേടിയാണ് ഇപ്പോ. എന്തുകൊണ്ട്? ജീവിച്ചിരിക്കുമ്പോൾ നമ്മളേക്ക് വല്ല അപാകതയും വന്നാൽ പറഞ്ഞു തീർത്തിയാല് പൊരുത്തപ്പെടണം എന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സന്തോഷിച്ചു പോരാ. ഇപ്പൊ വല്ല അപാകതയും വന്നാൽ നമ്മൾ പോയാൽ തന്നെ തിരുപ്പതി പെട്ടക്കണോ ഇല്ലെന്നൊന്നും ഇപ്പൊ നമുക്ക് അറിയില്ല. അല്ലാഹു ശൈഖുനാന്റെ മദദ് നഷ്ടപ്പെടലിനെ അല്ലാഹു കാക്കട്ടെ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. വലിയ വിലായത്തുള്ള വലിയ മഹാനല്ലേ, വലിയ വലിയല്ലേ, വലിയ വലിയല്ലേ. റഈസുൽ ഉലമ ഉസ്താദ് പറയലെന്നെ എന്റെ മുറബ്ബിയായ ശൈഖ് എന്നാ പറയുന്നത്. റഈസുൽ ഉലമ ഉസ്താദ് പറയലെന്നെ അങ്ങനെയാണ്, എന്റെ മുറബ്ബിയായ ശൈഖ്.
എന്നാണ് പറയാറുള്ളത്. അള്ളാഹു ആ ബന്ധങ്ങളൊക്കെ ശക്തിയായി അതാണ് ഉസ്താദ് ശിഷ്യന്മാരുടെ ബന്ധം. അങ്ങനെയാണ്. ആ ബന്ധം നമ്മൾ നിലനിർത്തുമ്പോൾ നമ്മൾ ഇൽമു കുരുത്തത്തിലാവും. നഖായിസിനെ തൊട്ട് പരിശുദ്ധമായ ഇൽമായി മാറും. അപ്പൊ അള്ളാഹുവിന്റെ ഇൽമേറ്റ് ആ നൂറേറ്റ് നമ്മളെ ഖൽബിൽ ബന്ധം ഉണ്ടാവും. അള്ളാഹിന്റെ ഇൽമ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യന്റെ ഹൃദയം കാണും. അള്ളാഹു തആല നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ രൂപഭാവങ്ങളിലേക്കോ നോക്കൂല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കും. അപ്പൊ ഇൽമ കൊണ്ട് മുത്തസിഫായ ഒരു അടിമ സർവ ന്യൂനതകളിൽ നിന്ന് പരിഹരിച്ച് അള്ള പഠിപ്പിച്ചു തന്ന ദീനിന്റെ ഇൽമ കൊണ്ട് പട്ടം സിദ്ധിക്കുമ്പോ അള്ളാന്റെ ഇൽമില് അള്ളാഹു ചെയ്തതൊക്കെ ഈ അടിമക്കുണ്ടാകാൻ തുടങ്ങും. മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞില്ലേ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമഞ്ഞ നിങ്ങളെ കൽബകമെന്നവർ. കുപ്പിന്റെ ഉള്ളിലുള്ള വസ്തുവിനെ കാണുമ്പോൾ നിങ്ങളെ ഉള്ളു ഞാൻ കാണും. അത് അല്ലാഹ് പറഞ്ഞു, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കും. ആ നോട്ടമാണ് മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞത്. ഇൽമ കണ്ട് പഠിച്ച് സർവ ന്യൂനതകളിൽ നിന്ന് പരിഹരിച്ച് മഹാനവറുകൾ ജീവിതം മുന്നോട്ട് നീക്കിയപ്പോ തന്റെ ഇൽമ അള്ളാഹുവിന്റെ ഇൽമായി മാറിയപ്പോ അള്ളാന്റെ ഇൽമ പറഞ്ഞാൽ അപാരമല്ലേ. കാണാത്ത ലോക ഇരുന്നേയിരിപ്പെന്ന് ആകാശം കണ്ടവർ, ഏറും മലക്കൂത്തിൽ രാജാളി എന്നവർ. മുഹ്യിദ്ദീൻ ശൈഖിന്റെ റിഫായി ശൈഖിന്റെ മാലിൻ ചരിത്രമൊക്കെ നോക്കിയാലേ അള്ളാഹുവിന്റെ ഇൽമാകുന്ന ഇൽമ, ആ ഇൽമ എന്റെ ഇൽമായി മാറിയപ്പോ നഖായിസിനെ തൊട്ട് മുനസ്സായ ദാത്തിൽ ഇൽമുണ്ടാകുമ്പോ ആ ഇൽമിന്റെ നൂറാനിയത്ത് മനുഷ്യന് പ്രകടമാകും. മനുഷ്യൻ ഹയവാനല്ല ആകുന്നത്, ഹയ്യായി മാറും. അങ്ങനത്തെ ഒരു മർത്തബ മനുഷ്യന് വരും. അതിനാണ് ഔലിയാക്കൾ എന്ന് പറയപ്പെടുക. അപ്പൊ നമ്മള് ഒന്നരായ നൂറ് സാദാത്ത് ബായാർദങ്ങൾ പാപ്പ അവരൊക്കെ എല്ലാ ഗുണമൊത്തവരാ. ഒന്ന് റസൂലുള്ളാഹിന്റെ കുടുംബം, മറ്റൊന്ന് കുട്ടിക്കാലം മുതൽക്ക് തന്നെ പഠിക്കേണ്ട ഉലൂമുകൾ മുഴുവനും പഠിച്ച് സനദ് വാങ്ങി, എല്ലാ പൊരുത്തും വാങ്ങി, അതനുസരിച്ച് എപ്പോഴും ദർസ് നടത്തി സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച് സർവ്വസമയത്തും ദിക്റിലും സലാത്തിലും ഫിക്റിലുമായി കഴിഞ്ഞുകൂടുന്ന ഹൃദയത്തിന്റെ ഉടമകൾ. അവരല്ലാതെ ആരാ പിന്നെ നമുക്ക് അത്താണിയുള്ളത്? ആ പരമ്പര അങ്ങനെ കടന്നു ചെന്ന് നമ്മളെ ഉള്ളാൾത്തെ പാപ്പയുടെ കുടുംബത്തിൽ കൂടി അങ്ങനെ കടന്നു ചെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തിച്ചേരുന്ന പരമ്പര. അവരൊക്കെ എൻ്റെ പാപ്പാന്നിട്ട് പറഞ്ഞാൽ വിളി കേൾക്കാനുള്ളത് മദീന മുനവ്വറയിൽ നിന്ന് ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി. അവർ നമ്മളിങ്ങനെ വിളിച്ചിട്ട് നമുക്ക് ദ്വാരന്ന് തീരുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നീ ആ നീട്ടൽ അതബല്ല എന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇവിടെ ഒരുപാട് യുവാക്കളുണ്ട്, ഒരുപാട് പ്രായമുള്ളവരുണ്ട്, ഒരുപാട് ഉമ്മവങ്ങന്മാരുണ്ട്. എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ ഒരടിമയാണ് എന്ന താഴ്മയിൽ മാത്രം ജീവിച്ചാൽ മതി. അഹങ്കരിക്കുന്ന ഹൃദയങ്ങളോ പൊന്തം വിട്ട ജീവിതമോ നമുക്ക് വേണ്ട. ഇതേറ്റൊന്നും നമ്മളാരും പോവില്ല. നമ്മളൊക്കെ 3 കഷ്ണം തുണിയേറ്റ് മാത്രമേ പോവുള്ളൂ. അന്ന് നമുക്ക് കൊണ്ടുപോകാൻ ഉണ്ടാകേണ്ട അമല് അതിൽ വലിയ സംഗതിയാണ് ഇൽമു മുന്തഫഇ ഇൽമു. ആ ഇൽമാണ് ഈ നാട്ടുകാർ. ഇവിടെ ഒരുപാട് ഉമ്മവങ്ങന്മാർ ഭക്ഷണം കൊടുക്കുന്നു, അതുപോലെ ഉസ്താദുമാർക്ക് ചെലവ് കൊടുക്കുന്നു. ഈ മുത്തഅല്ലിമീങ്ങളെ സ്വന്തം മക്കളെ പോലെ തീറ്റിപ്പോറ്റിയ ഉമ്മവങ്ങന്മാർ, അവർക്ക് നീ സ്വർഗം നൽകണം അല്ലാഹ്. ഈ കുട്ടികളുടെ മാതാപിതാക്കൾ, അവർക്ക് സ്വർഗം നൽകണം അല്ലാഹ്. വർഷങ്ങളോളം ഉസ്താദുമാരുടെ തർബിയത്തിൽ ഓതി പഠിച്ച് അവരെ സമ്മതം വാങ്ങി ഉപരിപഠനത്തിനും പോയി വന്നവരും പോകുന്നവരും നാട്ടുകാർക്ക് എത്ര സന്തോഷം ഉണ്ടാകും, ചെലവ് കൊടുത്തവർക്ക് എത്ര സന്തോഷം ഉണ്ടാവണം. നമുക്കൊക്കെ എത്ര സന്തോഷമുണ്ട്. ഈ കുട്ടികളെ ഉഖ്റവിയായ ആലിമീങ്ങളാക്കട്ടെ.
അതിനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. അവർ അതിലേക്ക് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ പഠിക്കുന്ന മക്കളെ തുടർന്ന് പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. നേരത്തെ ഇവിടെ തങ്ങൾ പാപ്പനെ ഓർമ്മപ്പെടുത്തി, ഇവിടെ എത്ര കുട്ടികൾ വന്നാലും ഭക്ഷണം കൊടുക്കാൻ സന്നദ്ധതയും തയ്യാറുള്ള ജനങ്ങളാണ് ഈ നാട്ടുകാരെന്ന് പറഞ്ഞു. അല്ലാഹുവേ, മനസ്ഥിതി നീ ശക്തിപ്പെടുത്തണം അല്ലാ, അവർക്ക് നീ ഏറ്റി കൊടുക്കണം അല്ലാ, കടങ്ങളും ബേജാറും നൽകല്ല അല്ലാ. അതുകൊണ്ട് ഇനി ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് നൂറ് സാദാത്ത് തങ്ങൾ പാപ്പാന്റെ ദുആയാണ്. നമുക്കൊക്കെ, ഞാനൊക്കെ 2 വർഷം മുമ്പ് വലിയ ഒരു ആക്സിഡന്റിൽ പെട്ട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ഡോക്ടർമാർക്ക് ആർക്കും ഒരു അഭിപ്രായമില്ല, ഞാൻ ബാക്കിയാവുന്നുള്ളത്. മാത്രമല്ല, ഞങ്ങൾക്ക് കഴിഞ്ഞ് വന്ന് സുഖമായിപ്പെട്ട് പിന്നെ ഒരു കൊര വന്നപ്പോൾ വലിയൊരു ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞത്, വൈദ്യശാസ്ത്രത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നു എന്നാ ചോദിച്ചത്. ഞങ്ങളുടെ വൈദ്യശാസ്ത്രത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല. അതിൻ്റെ ഒക്കെ കാരണക്കാർ ഈ ഇരിക്കുന്ന സയ്യിദന്മാർ, അവരെ പോലുള്ള വലിയ മഹത്തുക്കളുടെ ദുആയാണ്, ലോക മുഅ്മിനീങ്ങളുടെ ദുആയാണ്. ആ ദുആ നമ്മളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് ഈ കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രാജ്യങ്ങളെ മുഴുവനും രക്ഷപ്പെടുത്തണം അല്ലാ. ഞങ്ങൾക്ക് മുസ്ലിമായി മരിക്കുന്ന ജീവിതം നൽകണം അല്ലാ. അതിനുള്ള കഴിവും ഭാഗ്യവും തൻ്റെ ഇടവും നൽകണം അല്ലാ എന്ന് മാത്രം റബ്ബിനോട് ദുആ ചെയ്ത്, ഇവരുടെ ഈ അഹ്ലു ബൈത്തിന്റെ താങ്ങും തണലും സയ്യിദന്മാർ 2 എന്നെ കാണാൻ വന്നു, എന്നെ മന്ത്രിച്ചു, എനിക്ക് ആവശ്യമായ റാഹത്തായ വാക്കുകൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമായി. ഡോക്ടർമാർക്ക് എന്നെ അത്ഭുതമാണ്, ഞാൻ എഴുന്നേറ്റ് നടക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അങ്ങനെയുള്ളൊരു വിഷയമുള്ളത് അങ്ങനെയാണ്. റഹ്മാനായ റബ്ബ് നമ്മളെ നാളെ മരിക്കണ നേരത്തും അത്ഭുതകരമായി അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഖബറിലും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ ഖബർ നമ്മളെ കണ്ട് സന്തോഷിക്കുന്ന, പൊട്ടിച്ചിരിക്കുന്ന ഖബറായി അല്ലാഹു ആക്കട്ടെ. അട്ടഹസിച്ച് വാവിട്ട് കരയുന്ന ഖബറായി നമ്മളെ ഖബറുകളെ അല്ലാഹു ആക്കാതിരിക്കട്ടെ. എപ്പോഴും പേടിക്കണം സഹോദര, ഭയപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹ് ഈ മുതഅല്ലിമീങ്ങൾ, ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളാക്കട്ടെ. ഈ നാട്ടിൽ ദർസ് അല്ലാഹു അതിവിപുലമായി ഉയർത്തുമാറാകട്ടെ, അല്ലാഹ് വളർത്തുമാറാകട്ടെ. അല്ലാഹു എല്ലാവർക്കും അല്ലാഹ് ആയുസ്സും ആരോഗ്യവും റാഹത്തും ബർക്കത്തും അല്ലാഹു കൊടുക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി